ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ പ്രതിയായിട്ടുള്ള ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയിൽ ഇപ്പോൾ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് മറുപടി തേടിയിരിക്കുകയാണ്. ക്രിസ്മസ് അവധിക്ക് ശേഷമാണ് ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുക. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിൻ്റെതാണ് നടപടി. ജിജീഷ് കരുണാകരനുണ്ട്. ജിജീഷ്, ഈ ഗോവർദ്ധന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സർക്കാരിനോട് മറുപടി തേടിയിരിക്കുകയാണല്ലോ കോടതി. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഈ സിംഗിൾ ബെഞ്ചിൻ്റെ പരാമർശത്തിൽ അടങ്ങിയിരിക്കുന്നത്? ഗൗതം, കോടതി ഇപ്പോൾ സിംഗിൾ ബെഞ്ച് പ്രധാനമായും സർക്കാരിലേക്ക് തന്നെ കാര്യങ്ങൾ, അല്ലെങ്കിൽ സർക്കാർ എന്ത് തീരുമാനം അറിയിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഗോവർദ്ധനെതിരെ എന്തെല്ലാം തെളിവുകളാണ് കൂടുതലായി ഉള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ അറിയിക്കേണ്ടി വരും. ഒപ്പം തന്നെ ഈ കേസ് ജാമ്യാപേക്ഷ ക്രിസ്മസ് അവധിക്ക് ശേഷം വീണ്ടും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഗോവർദ്ധൻ ഉയർത്തിയ പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് തനി സ്വർണ്ണക്കവർച്ച കേസിൽ പങ്കാളിയല്ല, ഏതെങ്കിലും തരത്തിൽ ഇതിൻ്റെ ഭാഗമായിട്ടില്ല, മറിച്ച് ശബരിമലയ്ക്ക് താൻ സംഭാവനകൾ നൽകിയിരുന്നു. 84 ലക്ഷം രൂപ 2019 മുമ്പ് പല തവണകളായി നൽകിയിട്ടുണ്ട്. അതിനുശേഷവും സംഭാവന നൽകി. അങ്ങനെ 1.5 കോടിയോളം രൂപ സംഭാവന ഇനത്തിൽ ശബരിമലയ്ക്ക് നൽകിയ ആളാണ് എന്നാണ് ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയായ ഗോവർദ്ധന്റെ പ്രധാനപ്പെട്ട വാദമെന്ന് പറയുന്നത്. അത്തരത്തിലുള്ള താൻ ഈ സ്വർണ്ണക്കവർച്ചയുടെ പങ്കാളിയായെന്നും അതിൻ്റെ നേട്ടം കൊയ്തു എന്ന് പറയുന്നത് അടിസ്ഥാനരഹിതമാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ജാമ്യം നൽകണം. മാത്രമല്ല, തൻ്റെ കൈവശം നിന്ന് സ്വർണ്ണാഭരണശാലയിൽ നിന്നും പിടിച്ചെടുത്ത സ്വർണ്ണക്കട്ട എന്ന് പറയുന്നത് ഈ കേസുമായി യാതൊരു ബന്ധമില്ലാത്തതാണ്. തൻ്റെ ജ്വല്ലറിയിൽ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ള സ്വർണ്ണക്കട്ട. എന്നാൽ ഇക്കാര്യങ്ങൾ SITയെ താൻ അറിയിച്ചിരുന്നു. എന്നാൽ അത് കേൾക്കാതെ ബലം പ്രയോഗിച്ച്, അല്ലെങ്കിൽ ശക്തമായി തന്നെ ബലപ്രയോഗത്തിലൂടെയാണ് അത് കൊണ്ടുപോയത്. ഈ സ്വർണ്ണക്കട്ട കൊണ്ടുപോയത് അത് തന്നെ കേസിൽ കൊടുക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമാണ് എന്നീ കാര്യങ്ങളാണ് ഗോവർദ്ധൻ ഉയർത്തിയ പ്രധാനപ്പെട്ട വാദങ്ങൾ എന്ന് പറയുന്നത്. എന്നാൽ അത് സർക്കാർ പൂർണ്ണമായും തന്നെ കഴിഞ്ഞ ദിവസം ഇതിനെ ഖണ്ഡിച്ചിരുന്നു. അതിൽ സർക്കാർ വ്യക്തമാക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ഗോവർദ്ധന് ഇത് മോഷ്ടിച്ച മുതലാണ്, അല്ലെങ്കിൽ കവർച്ച ചെയ്ത സ്വർണ്ണമാണ് എന്ന് കൃത്യമായി തന്നെ അറിയാമായിരുന്നു. അങ്ങനെ കവർച്ചാ സ്വർണ്ണമാണ് എന്ന് അറിഞ്ഞിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിൽ നിന്ന് ഇത് വാങ്ങി അത്തരത്തിൽ ഈ ഒരു കേസിൽ പങ്കാളിയായ ആളാണ് ഗോവർദ്ധൻ. അതുകൊണ്ട് തന്നെ ജാമ്യം നൽകരുത് എന്ന കാര്യമാണ് പ്രധാനമായും ഗോവർദ്ധനെതിരായ കോടതിയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ഈ രണ്ട് ഭാഗങ്ങളും പ്രധാനമായും കേട്ടുകൊണ്ടും ഒപ്പം തന്നെ സർക്കാരിൻ്റെ കൂടുതലായുള്ള വാദങ്ങൾ, പ്രത്യേകിച്ച് ഗോവർദ്ധൻ്റെ പങ്കാളിത്തം, അതുമായി ബന്ധപ്പെട്ട് കൂടുതലായി ലഭിച്ച തെളിവുകൾ എന്നിവയെല്ലാം തന്നെ പരിഗണിച്ചായിരിക്കും ഹൈക്കോടതി ജാമ്യാപേക്ഷയിൽ ക്രിസ്മസ് അവധിക്ക് ശേഷം ഒരു തീരുമാനമെടുക്കുക. ഗൗതം.